ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. അതിനിടയ്ക്ക് ചില നിയമനിർമ്മാണങ്ങൾ വരുന്നു, അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി ഇതൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമോ? ഉറപ്പായിട്ടും. കാര്യം ഇത് നമുക്കറിയാവുന്ന പോലെ ഒരാൾ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യത്തിൻ്റെ തലവൻ, മറ്റൊരാൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരാൾ. രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. ഇവർ രണ്ടുപേരും രണ്ട് വശങ്ങളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചെളിവാരി എറിഞ്ഞ് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമ്മുടെ PV അൻവറും പിണറായി വിജയനും പോലെ. ഒരാൾ മുഖ്യമന്ത്രി, ഒരാൾ പഴയ അയാളുടെ ഉറ്റ സഹായിയായിരുന്നു, MLA ആയിരുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ട്രംപും മസ്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പറയുന്നത്. ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത്, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞിടയിലൊരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നല്ലോ, ഈ റെസിപ്രോക്കൽ ടാക്സ്. അതായത് ഈ ചൈന അടക്കമുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള നികുതി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. ഈ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് അയാളുടെ സ്വന്തം നിലയിൽ നടത്തിയതാണ്. ഇതിന് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അംഗീകാരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. ഈ ബില്ലിപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ പരിഗണനയിൽ വരികയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനിട്ടൊരു അടി കൊടുക്കാനായിട്ട് മസ്ക് ഇപ്പോൾ ഇറങ്ങി കളിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അതായത് പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റുകളെയും ഭരണപക്ഷത്തുള്ള റിപ്പബ്ലിക്കനുകളിൽ ചിലരെയും പണം കൊടുത്ത് സ്വാധീനിക്കാൻ, അതായത് ഈ ബില്ലിനെതിരായി വോട്ട് ചെയ്യാൻ വേണ്ടി പണം കൊടുത്ത് സ്വാധീനിക്കാൻ മസ്ക് ശ്രമിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ആരോപണം. ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതം മസ്ക് നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ എന്ത് നടപടിയാണ് ട്രംപ് മനസ്സിൽ കണ്ടേക്കുന്നത് നമുക്കറിയില്ല. നേരത്തെ തന്നെ ഇലോൺ മസ്ക് അയാളുടെ സ്വന്തം പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ പറയുന്ന റെസിപ്രോക്കൽ ടാക്സ് സംബന്ധിച്ചുള്ള നിയമം കോൺഗ്രസ്സിൽ അംഗീകരിച്ചത് നിയമമായി പാസ്സാക്കപ്പെടുകയാണെങ്കിൽ അതോടുകൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ രണ്ടാം ടേം ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ തവണയാണല്ലോ അയാൾ പ്രസിഡൻ്റ് ആകും, ആ കാര്യത്തിലൊരു തീരുമാനമാകും. അതായത് ട്രംപിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അയാൾ വേണ്ട പണി ചെയ്യും എന്നാണ് എലോൺ മസ്ക് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഈ രണ്ടുപേരും തമ്മിൽ ഇത്ര ശത്രുത ഉണ്ടായി എന്നുള്ളതാണ് ചിന്തിക്കേണ്ട കാര്യം. ഈ ട്രംപിനെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി രാപകൽ പണിയെടുത്ത ഒരാളാണ് എലോൺ മസ്ക്. അയാളുടെ സമ്പത്തിൽ നിന്ന് ഏതാണ്ട് $288 മില്യൺ, അത് പുറത്തുവിട്ട കണക്കാണ്. രഹസ്യമായി എത്ര തുക ചിലവാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയും തുക ചിലവാക്കി ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡൻ്റാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളാണ് മസ്ക്. പ്രത്യുപകാരമായി ഇയാളെ എ കിങ് ഈസ് ബോൺ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് ഒരു കിങ് മേക്കർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ അല്ല, എ സ്റ്റാർ ഈസ് ബോൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷം ഇതിനൊരു പ്രത്യുപകാരം എന്ന നിലയിൽ എലോൺ മസ്കിനെ ട്രംപ് ഭരണത്തിൽ പങ്കാളിയാക്കി. ഈ കാര്യക്ഷമതാ വകുപ്പ് DOGE എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ചുമതല. അപ്പോൾ ഇതിൻ്റെ കീഴിൽ നമ്മുടെ കോർപ്പറേറ്റ് സെറ്റപ്പിൽ എലോൺ മസ്ക് കുറച്ച് സംവിധാനങ്ങളുണ്ടാക്കി. ഈ അമേരിക്കയിലെ ഏറിയ പങ്കും ഈ ഹയർ ആൻഡ് ഫയർ സമ്പ്രദായത്തിലാണ് സർക്കാർ ജീവനക്കാരെ നിയമിക്കുക. ആവശ്യം കഴിയുമ്പോൾ അവരെ പറഞ്ഞുവിടുക. അങ്ങനെ കുറേ അധികം പേരെ മസ്ക് അവർക്ക് കാര്യക്ഷമത ഇല്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞു വിട്ടു. ഇങ്ങനെ ഇവർക്കെതിരെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ വലിയ കോലാഹലവും നിയമ നടപടികളും പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ട്രംപ് കയറി മറ്റേ റെസിപ്രോക്കൽ ടാക്സ് നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ അതോടുകൂടി ഈ അമേരിക്കയിലെ ഒട്ടുമിക്ക വ്യവസായങ്ങളും പ്രതിസന്ധിയിലാവുകയും സർക്കാരിൻ്റെ റവന്യൂ വരുമാനം കുറയുകയും ചെയ്തു. അപ്പോൾ വരുമാനം കുറഞ്ഞ സ്ഥിതിക്ക് വരുമാനം ഉണ്ടെങ്കിലല്ലേ ചെലവ് ചുരുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അങ്ങനെ വന്നപ്പോൾ തൻ്റെ അപ്രസക്തമായി, ചെലവ് ചുരുക്കൽ പരിപാടി അപ്രസക്തമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മസ്ക് ട്രംപുമായിട്ട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം ട്രംപ് ഈ കാര്യത്തിലൊരു മൗനം പാലിക്കുകയായിരുന്നു. എന്താണ് വേണ്ടത്, എനിക്ക് ഇയാളെക്കുറിച്ച് എന്താണ് ഇത്തരത്തിൽ മസ്ക് പെരുമാറുന്നതിനെക്കുറിച്ച് അയാൾ ഒരു പ്രതികരണവും നടത്തിയില്ല. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇനി മസ്കുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറുണ്ടോ എന്ന് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു, ഞാനിപ്പോൾ ഏതായാലും സംസാരിക്കാൻ പോകുന്നില്ല, അയാൾ വേറെ ഏതോ ഒരു മാനസിക നില തെറ്റിയൊരവസ്ഥയിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനിടയിൽ മസ്ക് വേറെയും ചില പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഇയാൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് അയാളുടെ എക്സിൽ പോസ്റ്റ് ഇട്ടു. അതിൻ്റെ അമേരിക്കൻ പാർട്ടി എന്നാണ് പേരിട്ടത്. അപ്പോൾ ഇയാളെ ഫോളോ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അതിൽ 80% പേരും മസ്ക് പുതിയ പാർട്ടി ഉണ്ടാക്കണമെന്നാണ് പ്രതികരിച്ചത്. അയാളിനി പാർട്ടി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ കുറച്ച് എരിവും പുളിയും ചേർന്ന കുറച്ച് കഥകളും കൂടി ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഒരു ജെഫ്രി എപ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു വ്യവസായി ഉണ്ടായിരുന്നു അമേരിക്കയിൽ.
ഇയാൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടും ഒക്കെ കൊടുത്ത് വലിയ പ്രമുഖനായ ഒരു വ്യവസായിയാണ് അമേരിക്കയിൽ. ഇയാൾ ഒരു ലൈംഗിക ആരോപണ കേസിൽ പ്രതിയാണ്. ഇയാളുടെ പരിപാടി എന്താ വെച്ചാൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അയാളുടെ ഒരു സ്വകാര്യ ഐലൻഡുണ്ട്, അവിടെ പാർപ്പിച്ച് ഇയാളുടെ ഇഷ്ടങ്ങൾക്ക്, വിനോദങ്ങൾക്ക്, കാമകേളികൾക്ക് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ ഇതിൻ്റെ ഈ ആരോപണം നേരിട്ട് നിയമ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ 2019 മരിച്ചു, ആത്മഹത്യ ചെയ്തു. ഈ എപ്സ്റ്റണും ഡൊണാൾഡ് ട്രംപുമായിട്ട് അടുത്ത സൗഹൃദമുണ്ട്. ഈ എപ്സ്റ്റൺ ഇത്തരം ചില ബലഹീനതകളുണ്ട് എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപിന് അറിയാം. അത് സൂചിപ്പിക്കുന്ന തരത്തിൽ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഈ രണ്ടാമതും പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പേ അയാളുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളും അതായത് ട്രംപും ഈ എപ്സ്റ്റണും ഈ കാര്യത്തിൽ, അതായത് ഈ ലൈംഗിക ആരോപണ കേസിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ സംശയവുമുണ്ട്. അപ്പോൾ ഇയാളുടെ മരണത്തിന് പിന്നിൽ ട്രംപിന് പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ എലോൺ മസ്ക് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടു. ഒരു ബോംബ് പൊട്ടിക്കാൻ സമയമായി, ഞാൻ ചില നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്താൻ പോണു, എൻ്റെ ഈ പോസ്റ്റ് സേവ് ചെയ്ത് വെച്ചോളൂ, പിന്നീട് ആവശ്യം വരും എന്ന തരത്തിൽ മസ്ക് പോസ്റ്റ് ചെയ്തു. പക്ഷേ പിന്നീട് ആ പോസ്റ്റ് പിൻവലിച്ചു, ഡിലീറ്റ് ചെയ്തു. എന്ത് കാരണം കൊണ്ടാണെന്നും അറിയില്ല. ഏതായാലും നമ്മൾക്ക് പറയുന്ന പോലെ രണ്ട് പേരും തമ്മിലുള്ള ഒരു സൗന്ദര്യപ്പിണക്കമെന്നാണ് കരുതിയിരുന്നെങ്കിലും അതിനപ്പുറം ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ട്രംപിൻ്റെ തന്നെ അനുയായിയായ മുൻ വൈറ്റ് ഹൗസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മസ്കിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തി. ഈ മസ്ക് ഒരു ഏലിയനാണ്. ഈ മസ്ക് എന്ന്, അതായത് അമേരിക്കയിൽ കുടിയേറി അനധികൃതമായി പാർക്കുന്നവരെ അവർ വിശേഷിപ്പിക്കുന്ന ഏലിയൻ എന്നാണ്. ഏതോ അന്യഗ്രഹ ജീവി, ഇവിടെ ഒറിജിനൽ ഒന്നുമില്ല. ഈ മസ്ക് ഒരു ഏലിയനാണ്, അയാളുടെ പൗരത്വം പരിശോധിക്കണം. അടിസ്ഥാനപരമായി മസ്ക് ഒരു ദക്ഷിണാഫ്രിക്കൻ ഒറിജിനാണ്, അമേരിക്കയിൽ ഇപ്പോൾ വ്യവസായമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇയാളെ ഇവിടുന്ന് നാട് കടത്തണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ തന്നെ ഈ മസ്ക് അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇയാൾക്ക് സ്വന്തമായി സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ നാസയെ വെല്ലുന്ന തരത്തിൽ ഒരു ബഹിരാകാശ ഏജൻസിയാണ്. അതിൻ്റെ ഡ്രാഗൺ ദൗത്യമുണ്ട്. അതായത് വിവിധ ഗ്രഹങ്ങളിലോട്ട്, ചൊവ്വ ദൗത്യവും വ്യാഴത്തിലോട്ടൊക്കെ മസ്കിന് പോകാൻ താല്പര്യമുണ്ട്. അതിനുവേണ്ടി തയ്യാറാക്കിയ ഒരു ഫ്ലൈറ്റാണ്, ബഹിരാകാശ പേടകമാണ് ഡ്രാഗൺ. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊക്കെ പൂട്ടിക്കെട്ടുമെന്നൊക്കെ മസ്ക് പറഞ്ഞു, വെല്ലുവിളിക്കുന്ന തരത്തിൽ. പിന്നെ മസ്കിനെ ഇത്തരം കാര്യങ്ങൾ പ്രേരിപ്പിക്കുന്ന അല്ലല്ല മസ്ക് പറഞ്ഞു, എനിക്കിവിടെ മതിയായെന്ന തരത്തിൽ മസ്ക് പറഞ്ഞു. ഇത് കൂടാതെ മസ്കിനെ വേദനിപ്പിക്കുന്ന മറ്റ് ചില സംഗതികൾ കൂടിയുണ്ട്. ഈ ടെസ്ല എന്ന് പറയുന്ന അയാളുടെ വ്യവസായ ശൃംഖലയുടെ ഓഹരികൾക്കൊക്കെ വലിയ വിലയിടിവുണ്ടായി. ഇയാൾ ഈ ട്രംപിൻ്റെ കൂടെ നിന്ന് ഇത്തരം പരിപാടികൾക്ക് പോകുന്ന സമയത്ത് അയാളുടെ ബിസിനസ്സിനെ ഇത് വല്ലാണ്ട് ബാധിക്കാൻ തുടങ്ങി. അയാളുടെ ടെസ്ലയുടെ ഷെയറുകൾ താഴെ പോകാൻ തുടങ്ങി. ഇത് കൂടാണ്ട് ഈ ട്രംപിന് മസ്ക് ഒരു ടെസ്ലയുടെ ഒരു ചുവന്ന കളർ കാറൊക്കെ കൊടുത്തിരുന്നു. ട്രംപ് അതൊക്കെ പറഞ്ഞു, ഞാനതൊക്കെ വിൽക്കാൻ പോകണം എന്ന തരത്തിൽ. അതായത് രണ്ട് പേര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ചെറിയ സൗന്ദര്യപ്പിണക്കമാണ് എന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്ന, അതിനപ്പുറം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നിൻ്റെ ഒരു പ്രസിഡൻറ്റും ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനായ മറ്റൊരാളും, രണ്ടുപേരും വ്യക്തിപരമായ ഇഷ്ടക്കേടിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടത്തുന്നത് ലോക സമാധാനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. കാര്യം ട്രംപിനെ നമുക്കറിയാമല്ലോ, അയാൾ മുന്നും പിന്നും നോക്കാതെ ഓരോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും. ചിലപ്പോൾ മസ്കിനെ ലക്ഷ്യമിട്ടായിരിക്കും നടത്തുക, അത് ബാധിക്കുന്നത് വലിയൊരു കൂട്ടത്തെ ആയിരിക്കും. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയുണ്ടായി. ഈ വിസ നിയന്ത്രണ പരിപാടികൾ, വിസ നിയന്ത്രണം ഏതാണ്ട് 11ഓളം രാജ്യങ്ങൾക്ക് വിസ നിയന്ത്രണം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഒരു ഉത്തരവിറക്കി. പക്ഷേ ഈ കാര്യം അയാളുടെ പാർട്ടിയിലോ ക്യാബിനറ്റിലോ ഒന്നും ചർച്ച ചെയ്തില്ല, സ്വന്തം നിലയിൽ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇനി ഇതിൻ്റെ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് മുന്നും പിന്നും നോക്കാതെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തിക്കളയോ മസ്കിനെ ലക്ഷ്യമിട്ട് എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. എന്തായാലും ട്രംപും മസ്കും തമ്മിലുള്ള ഈ വടംവലി വലിയ രീതിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ബാധിക്കും, ഈ ഗവൺമെൻറ്റിനെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിലുണ്ടായിരുന്ന അമേരിക്കൻ സർക്കാരുകളുടെ, അമേരിക്കൻ ഗവൺമെൻറ്റുകളുടെയൊക്കെ രീതിയെ അപ്പാടെ മാറ്റുന്ന സമീപനമായിരുന്നു ട്രംപിനുണ്ടായിരുന്നത്. ഈ പ്രസിഡൻറ്റുമാർക്ക് ഒരു നിലവാരം ഉണ്ടായിരുന്നു, ആ നിലവാരം മുഴുവൻ ട്രംപുമായിട്ട് തകർത്തു. അവർക്ക് ഒരുപാട് കൺവെൻഷൻസ് ഉണ്ടായിരുന്നു. കൺവെൻഷൻസ് മീൻസ് അവർ ഈ പിന്തുടർന്ന് വരുന്ന ചില രീതികളുണ്ട്, ആ രീതികളെല്ലാം, ആ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ട്രംപ് പൊളിച്ചു. അതോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മസ്കുമായിട്ട് ചേർന്നത് പോലും ഒരു നീതിയുക്തമല്ല എന്നുള്ള വിമർശനം പല കോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ശരിയായ രീതിയിൽ അതായത് രണ്ടുപേർക്കും ബിസിനസ് താല്പര്യങ്ങളാണ്. കാര്യം
ട്രംപിനെ അധികാരത്തിൽ എത്തിക്കേണ്ടത് മസ്കിൻ്റെ ആവശ്യമായിരുന്നു. കാര്യം അയാളുടെ വ്യവസായ ശൃംഖല ഇപ്പോൾ ഇന്ത്യയിലടക്കമുള്ള രാജ്യങ്ങളിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഒരു വ്യവസായ ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനും കൂടി ലക്ഷ്യമിട്ടാണ് ട്രംപിനെ അകമഴിഞ്ഞങ്ങ് പിന്തുണച്ചത്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇനിയിപ്പോൾ ടെസ്ലയുടെ ഭാവി എങ്ങനെയാകും? കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ പുറത്തൊക്കെയാണ് ഈ വ്യവസായ ശൃംഖല വ്യാപനമൊക്കെ നടന്നത്. അതെ, മിഷേൽ ഒബാമ അടക്കമുള്ളവർക്ക് വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ കൂട്ടുകെട്ട് തന്നെ ശരിയല്ല, അത് രാജ്യ താല്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ല, ബിസിനസ് താല്പര്യം മാത്രമാണ് എന്നുള്ളൊരു വിമർശനവും വന്നിരുന്നു ആ സമയത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.